നമസ്കാരം സാർ, ഞാൻ ജംഷഡ്പൂരിൽ നിന്നാണ്. അപ്പോൾ പാലക്കാട് ജില്ലയിലെ കുഴൽമന്നം ക്ഷേത്രത്തിലെ ഭരതസ്വാമിയുടെ ക്ഷേത്രമാണ്. അപൂർവമാണ്, മറ്റെല്ലാ ക്ഷേത്രങ്ങളിലും ഉണ്ടെങ്കിലും ഇത് അപൂർവമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. കർക്കിടക മാസത്തില് രാമായണ മാസം നാലമ്പല ദർശനത്തിനായി ഭക്തജനങ്ങൾ വരുന്ന ഒരു സ്ഥലമാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ഈ ക്ഷേത്രത്തിനെ പറ്റിയിട്ട് സാർ ഒന്ന് പറ. സാറിന്റെ പേര് ഞാൻ ചോദിച്ചില്ല. എന്റെ പേര് പ്രദീപ്. മഹാക്ഷേത്രമായിരുന്നു. വലിയൊരു ബലിക്കലുണ്ടായിരുന്നു. ആ കാണുന്നത് ബലിക്കലിന്റെ അവശിഷ്ടങ്ങളാണ്. ഓഹോ, അതെ. ഈ ഏകദേശം ഈ ദീപസ്തംഭത്തിന്റെ ഉയരത്തോളം വരുന്ന വലിയൊരു ബലിക്കലുണ്ടായിരുന്നു. അത് തന്നെ മഹാക്ഷേത്രങ്ങളുടെ ശ്രീകോവിലിന് ചുറ്റും ബലിക്കല്ലുകളും അഷ്ടദിഗ്ബാലകമാരായിട്ടുള്ള ബലിക്കല്ലുകളെല്ലാം ഉണ്ടായിരുന്നു. പൂജകളോടുകൂടി വളരെ നല്ല ചൈതന്യത്തോടുകൂടി വിളങ്ങിയിട്ടുള്ള ഒരു ക്ഷേത്രമായിരുന്നു ഈ ഭരതക്ഷേത്രം. പക്ഷെ ഈ ഏതോ ഒരു പ്രകൃതിയാലുള്ള ദുരന്തം മൂലമോ അതോ ടിപ്പുവിന്റെ ആക്രമണത്തിലാണോ എന്നതായിട്ട് പറയുന്നത് നമ്മൾ പ്രശ്നം വെച്ച് നോക്കി. 2015 ഈ ക്ഷേത്രം നമ്മളൊന്ന് ഏറ്റെടുത്ത് നടത്താനുള്ള ഒരു തീരുമാനം ജനകീയ കമ്മിറ്റി രൂപീകരിച്ച് നമ്മളെല്ലാവരും കൂടി, ഞങ്ങൾ ഇവിടുത്തെ യുവാക്കളൊക്കെ കൂടി ജനകീയ കമ്മിറ്റി രൂപീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി തീരുമാനിച്ചത്. അന്ന് ഈ ക്ഷേത്രത്തിന്റെ അവസ്ഥ ഇതൊന്നും ആയിരുന്നില്ല. ഈ ഒരു ആൽമരം ഉണ്ട്, ഭഗവാന്റെ ശ്രീകോവിലുണ്ട്. ശ്രീകോവിലിന് ഒരു തടസ്സവും വന്നിട്ടില്ല. ശ്രീകോവിലിന് ആസിറ്റീസ് ഇപ്പൊ നിലവിൽ നമ്മൾ കാണുന്ന അതേ ശ്രീകോവിൽ തന്നെയാണ് ഈ കാണുന്ന പെട്ടെന്നായിരുന്നു അഭിവൃദ്ധി വന്നത്. 2015 ഈ ക്ഷേത്രം നമ്മൾ ഏറ്റെടുത്തതിന് ശേഷം പൂജ മുടക്കിയില്ല. പൂജകളൊക്കെ കൃത്യമായി തന്നെ നമ്മൾ ചെയ്തുകൊണ്ട് അതിന് അവിടെ പൂജിക്കാൻ വന്ന നമ്പൂതിരിമാരോട്, ലക്ഷ്മീനാരായണ സ്വാമിയായിരുന്നു ആദ്യ കാലഘട്ടങ്ങളിൽ വന്നത്. അവരൊക്കെ ശമ്പളം പോലും ചിലത് മാസങ്ങളിൽ വാങ്ങിക്കാതെ നമ്മളുടെ ആ ആത്മാർത്ഥത കണ്ടിട്ട് ഇങ്ങോട്ട് സഹകരിച്ചിട്ടുള്ള വ്യക്തികളാണ്. അത് കഴിഞ്ഞ് ഒരു 2019 കൊറോണയ്ക്ക് ശേഷമാണ് നമ്മൾ നാലമ്പലം, കർക്കിടകത്തിലെ നാലമ്പലം, ഇവിടെ തൊട്ടടുത്ത കൽക്കുളത്തിൽ ശത്രുഘ്ന സ്വാമി ക്ഷേത്രമുണ്ട്. അപ്പൊ ഇവിടെ പ്രശ്നം വെച്ചപ്പോ തെളിഞ്ഞത് ഇവിടം ഉയരണം എന്നുണ്ടെങ്കിൽ അവിടെയും ഉയരണം. രണ്ടും ഒരുമിച്ച് ഉയർന്നാലേ ഇവിടെ ഉയരുള്ളൂ. സഹോദരന്മാരല്ലേ? അത് കൃത്യമായി പറഞ്ഞു. അവരവിടെ നമ്മളെക്കാളിലും വളരെ വേഗത്തിൽ പ്രവർത്തനങ്ങൾ തുടങ്ങി. കാരണം അത് ക്ഷേത്രം ഈ ഇതിന്റെ അടുത്താണ്, റോഡ് സൈഡ് ആയതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് ആ വെല്ലുവിളികളൊന്നും ഉണ്ടായിരുന്നില്ല. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളുടെ വെല്ലുവിളിയൊന്നും ഉണ്ടായിരുന്നില്ല. അവരത് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തു. അപ്പോൾ രണ്ട് ക്ഷേത്രങ്ങളും ഒരുവിധം അറിയപ്പെടാൻ തുടങ്ങിയപ്പോൾ നമ്മൾ തിരുവില്ലാമല ദേവസ്വമായിട്ട്, കൊച്ചിൻ ദേവസ്വം ബോർഡിലെ ആളുകളുമായിട്ട് ബന്ധപ്പെട്ടു. അപ്പൊ അവര് അത്ഭുതത്തോടെ ചോദിച്ച ആദ്യത്തെ ചോദ്യം ഭരതസ്വാമി, ശത്രുഘ്നസ്വാമിയൊക്കെ നമ്മുടെ നാട്ടിലുണ്ടോ എന്നുള്ളത്. പലർക്കും അറിയാതെ പോകുന്ന ഒരു അപ്പോ ഒന്നും ആയിരുന്നില്ല. ഈ പറഞ്ഞ ചുറ്റമ്പലമോ വേറൊന്നും ഉണ്ടായിരുന്നില്ല. ശ്രീകോവിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. റോഡ് പോലും അന്ന് ശരിയായിട്ടുണ്ടായിരുന്നില്ല. റോഡിന്റെ രണ്ട് സൈഡ് കെട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. കോൺക്രീറ്റ് റോഡൊന്നും ആക്കിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ 2 മാസം മുമ്പ്, കർക്കിടകത്തിന് 2 മാസം മുമ്പേ കട്ടൗട്ടുകളും ബാനറുകളൊക്കെ തൂക്കി ഒരു നല്ല നല്ല സെന്ററുകളിൽ പോയിട്ടുണ്ട്. എല്ലാവരും നല്ല പ്രതികരണമാണ് തന്നിട്ടുള്ളത്. കാരണം ഇതൊരു ക്ഷേത്രം നമുക്ക് ഇങ്ങനെ ഉണ്ട്, ഇങ്ങനെ ഒരു സൗകര്യം ഉണ്ട് എന്നുള്ളത് അവർ അറിയുമ്പോണ്ടാവുന്ന, അവരുടെ ഉള്ളിലുണ്ടാവുന്ന, വിശ്വാസികളുടെ ഉള്ളിലുണ്ടാവുന്ന ആ ഒരു വിശ്വാസം, ആ ഒരു പ്രതികരണം, അത് ഭയങ്കര ഇതായിരുന്നു. അത് കഴിഞ്ഞ ക്ഷേത്രം നമ്മൾ ഏറ്റെടുത്തതിന് ശേഷം ഇവിടെ നാലമ്പല ദർശനത്തിന് ആദ്യത്തെ സീസണിൽ കുറച്ച് ആളുകൾ നമുക്ക് വരുമ്പോണ്ടാവുന്ന സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഉയർച്ചയിൽ എത്തി നിൽക്കണം. അങ്ങനെ 2-3 വർഷം കൊണ്ട് ഇവിടെ ശ്രീകോവിലിന് ചുറ്റും കൃത്യമായിട്ട് തന്ത്രിയെ വിളിച്ച അളവുകളെടുത്ത്, തന്ത്രി പറഞ്ഞ ആളുകളെ വിളിച്ച അളവുകളെടുത്ത് ശ്രീകോവിലിന് ചുറ്റും വലിയമ്പലവും ചുറ്റമ്പലവും നിർമ്മിച്ചു. ഇപ്പോൾ ബലിക്കൽപുരം നിർമ്മിച്ചു. ബലിക്കല്ലിന്റെ ഒരു കാര്യം കൂടി ഉണ്ട്, അതുകൂടി ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ക്ഷേത്ര പുനരുദ്ധാരണ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അത് വളരെ ഭംഗിയായിട്ട് നമ്മൾ വിചാരിച്ചതിലും വേഗത്തിൽ നടന്നു. കഴിഞ്ഞ വർഷം ജാനുവരിയിൽ വളരെ ഗംഭീരമായിട്ട് 2500 പേര് അന്നദാനം കഴിച്ചു. ഇവിടെ അഭോവന സ്വാമികള് ജനിച്ച നാടാണ് കുഴൽമന്നം. ഏതായാലും കർക്കിടക മാസം വരുവാണ്. അപ്പൊ ഈ ചുറ്റുപാട് മാത്രമല്ല, തൃശ്ശൂർ, പാലക്കാട് ഉള്ളവർക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നാലമ്പല ദർശനത്തിന് നല്ല സൗകര്യമാണ്. അടുത്തടുത്താണ് 4 സഹോദരന്മാരും ഇരിക്കുന്നത്. പിന്നെ ഭരതസ്വാമിയുടെ അനുഗ്രഹത്താൽ ഇനിയും ഉയർച്ചകളിൽ എത്തട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. സാറിന്റെ ഇത്രയും വലിയ സമയം ഞങ്ങൾക്ക് വേണ്ടി താങ്ക് യു സോ മച്ച്. പാലക്കാട് ജില്ലയിലെ കുഴൽമന്നത്തിനടുത്തുള്ള പുൽപ്പുരമന്നം ശ്രീ ഭരതക്ഷേത്രമാണിത്. നൂറ്റാണ്ടുകളുടെ പാരമ്പര്യം പേറുന്ന ഒരു അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. ഒരു കാലത്ത് ജീർണാവസ്ഥയിലായിരുന്ന ഈ ക്ഷേത്രം ഭക്തജനങ്ങളുടെയും നാട്ടുകാരുടെയും ജനകീയ കൂട്ടായ്മയിലൂടെ പുനരുദ്ധരിക്കപ്പെട്ടു. ശ്രീരാമസ്വാമിയുടെ അനുജനും ധർമ്മനിഷ്ഠയുടെയും സഹോദര സ്നേഹത്തിന്റെയും പര്യായവുമായ ശ്രീ ഭരതസ്വാമിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഈ ദിവ്യ ക്ഷേത്രത്തിന്റെ ശാന്തതയും പവിത്രതയും
ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. നാലമ്പല ദർശനത്തിനായി വരുന്നവർക്ക് ഏകദേശം 15 കിലോമീറ്ററിനകത്ത് തിരുവില്ലാമല വില്വാദ്രിനേത്ര ക്ഷേത്രത്തിൽ ശ്രീരാമസ്വാമിയും ലക്ഷ്മണസ്വാമിയും കൂടാതെ ശ്രീരാമ ഭക്തനായ ഹനുമാൻ സ്വാമിയും പിന്നെ ഈ ഭരതസ്വാമി ക്ഷേത്രവും കൽക്കുളം പുത്തനൂർ ശ്രീ ശത്രുഘ്നസ്വാമി ക്ഷേത്രവും ദർശനം ചെയ്യാവുന്നതാണ്. ജയ് ശ്രീരാം.